രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ രാധയെ നീ മറന്നോ കണ്ണാ പൈക്കളെ നീ മറന്നോ രാധയെ നീ മറന്നോ കണ്ണാ പൈക്കളെ നീ മറന്നോ രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ രാധേ ഓ രാധേ 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 എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ്. 64ാമത്തെ എപ്പിസോഡാണ്. 6ാമത്തെ ദശകമാണ്. 9ാമത്തെ ശ്ലോകമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റ് എടുത്താൽ മതി, അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും കൃത്യം 12 മണിയാകുമ്പോഴാണ് നാരായണീയത്തിൻ്റെ ക്ലാസ് ലഭിക്കുന്നത്. ചൊവ്വാഴ്ച 12 മണിക്ക് കൃഷ്ണൻ്റെ കാമുകിയും ഹ്ലാദിനി ശക്തിയുമായ രാധാറാണിയെക്കുറിച്ചുള്ള ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. കേൾക്കുക. എല്ലാ ബുധനാഴ്ചയുമാണ് മരണത്തിൻ്റെ രഹസ്യം തേടിയുള്ള ഒരു നചികേതസിൻ്റെ യാത്ര. അതായത് മരണം എന്തെന്ന് കീറി മുറിച്ചു പഠിച്ചിട്ടുള്ള ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ, അത് കഠോപനിഷത്താണ്. കഠോപനിഷത്തിൻ്റെ ക്ലാസ്സാണ് നമുക്ക് എല്ലാ ബുധനാഴ്ചയും. എല്ലാ വ്യാഴാഴ്ചയുമാണ് രാധാകൃഷ്ണന്മാർ ഒന്നിച്ചു പ്രസാദിക്കുന്ന അഷ്ടപതിയുടെ ക്ലാസ്. അത് കേൾക്കുക. ഒരു ശ്ലോകമെങ്കിലും വെച്ച് വീട്ടിൽ ചൊല്ലുക. വെള്ളിയാഴ്ചയാണ് മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടിയുള്ള ധമ്മപദത്തിൻ്റെ ക്ലാസ്. അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ കൊല്ലത്താണ്. എൻ്റെ അടുത്ത് വന്ന് പഠിക്കണമെന്നുള്ളവർക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ഉത്തരവാദിത്വത്തോടുകൂടി തന്നെയാണ് അത് ചെയ്യുന്നത്. അവർക്ക് അവിടെ നിന്ന് പഠിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ആസ്ട്രോളജി, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലമൊക്കെ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. നിങ്ങൾ അതിലേക്ക് വിളിച്ചാൽ നിശ്ചയമായും തികച്ചും സൗജന്യമായിരിക്കും. അതുപോലെ പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ അഷ്ടാവക്ര ഗീതയുണ്ട്, കേൾക്കണം. കൃഷ്ണന്റെ അവതാരമായ ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതും നിങ്ങൾ കേൾക്കണം. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ക്ഷേത്രങ്ങളെ കുറിച്ചുള്ളവയുണ്ട്, ഷോർട്ട് വീഡിയോസ് ഉണ്ട്. അതാ ഷോർട്ട് വീഡിയോസ് എന്ന് പ്ലേലിസ്റ്റിനകത്ത് എഡിങ് കൊടുത്തിട്ടുണ്ട്. ജനറൽ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കേൾക്കുക. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 രാധേ
ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാരി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മ കി ജയ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മുടെ ഈ ശ്ലോകം പാടിത്തരുന്നത് നിങ്ങൾക്കിപ്പോൾ എന്നാ പറയേണ്ടത്, എന്നേക്കാൾ പരിചിതയായി മാറിക്കഴിഞ്ഞ കൃഷ്ണശ്രീയാണ്. കൃഷ്ണശ്രീയുടെ യോഗ്യതകളൊക്കെ നിങ്ങൾക്ക് കാണാപ്പാടമാണ്. പക്ഷേ പുതിയ ഒരു യോഗ്യത, അതൊരു അത്ഭുതകരമായ കാര്യമാണ്. അതെൻ്റെ സുഹൃത്താണ് പറഞ്ഞത്. കുട്ടിക്ക് പരീക്ഷയ്ക്ക് അല്പം മാർക്ക് കുറഞ്ഞിരുന്നു, സ്കൂളിലെ പരീക്ഷയ്ക്ക് കുറച്ച് ഡള്ളായിരുന്നു. പക്ഷേ കൃഷ്ണശ്രീയുടെ അടുത്ത് പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണശ്രീ ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പാട്ട് മാത്രമല്ല, ആ സ്വരത്തിൽ ഒരു ചെറിയ വ്യതിയാനം വന്നാൽ പോലും കൃഷ്ണശ്രീ പിടിക്കും. അങ്ങനെ പിടിച്ചെടുത്തിട്ട് എന്താണ് മോളെ കാര്യമെന്നൊക്കെ ചോദിച്ചിട്ട് കൃഷ്ണശ്രീ നല്ല ഒന്നാം തരം ഒരു മോട്ടിവേറ്ററാണ്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അത് പുതിയ ഒരു അറിവാണ്. നല്ല ഒന്നാം തരം ഒരു മോട്ടിവേറ്ററാണ്. ആ കൊച്ചു മോളെ നല്ല മോട്ടിവേറ്റ് ചെയ്ത് ഇപ്പോൾ അത് ഭയങ്കര എനർജറ്റിക് ആണ്. അത് കുറച്ച് നാളത്തേക്ക് ആരെടുത്ത് ഒന്നും മിണ്ടാതിരുന്ന കുട്ടിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മോട്ടിവേറ്ററാണ്. ഒരു നല്ല ടീച്ചർ അങ്ങനെ ആയിരിക്കണം. ഒരു കുട്ടിക്ക് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അതും കൂടെ കണ്ടെത്തി അത് പരിഹരിക്കാൻ മിടുക്കിയായിരിക്കണം. അപ്പോൾ കൃഷ്ണശ്രീ ഈ ഒരു കാര്യത്തിന് അങ്ങേയറ്റം അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും ഇങ്ങനെ മൂഡ് ഔട്ടായിട്ടോ അല്ലെങ്കിൽ ചെറിയ ഡിപ്രഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടിയാണ്, നിങ്ങൾ കൃഷ്ണശ്രീയെ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി. പാട്ടും പഠിക്കും. കുറച്ച് ദിവസത്തിനുള്ളിൽ ആളും നല്ല സ്മാർട്ടായിട്ട് മാറും. ചുമ്മാതല്ല, ആൾ ഇന്ത്യ റേഡിയോ ഗ്രേഡഡ് ആർട്ടിസ്റ്റാണ്. ജനൻ TV പാടൂ നീടൂ വിന്നറാണ്. ഫ്ലവർ TV മ്യൂസിക്കൽ റണ്ണറപ്പറാണ്. വൈഫ് റണ്ണറപ്പ്. പിന്നെ ഫ്ലവർ TV മ്യൂസിക്കൽ വൈഫ് റണ്ണറപ്പറാണ്. മനസ്സിലായില്ലേ? പ്ലേ ബാക്ക് സിംഗറാണ്. അതേ കണക്ക് റെക്കോർഡിംഗ് ആർട്ടിസ്റ്റാണ്. ഏഷ്യാനെറ്റ് പോലുള്ളൊരു ചാനലിൽ വരണമെങ്കിൽ നമുക്കറിയാം. അതിൻ്റെ സൂപ്പർ വോയിസ് സെമി ഫൈനലിസ്റ്റ് ആണ്. ഒന്നാം തരം സ്റ്റേജ് പെർഫോമർ, വോക്കൽ ട്രെയിനർ, ടീച്ചർ. അതിൻ്റെ കൂടെ ഒരു ഗുണവും കൂടെ ചേർത്തോളൂ, മോട്ടിവേറ്റർ. നല്ല ഒന്നാം തരം മോട്ടിവേറ്ററാണ്. നിങ്ങൾ റിയാലിറ്റി ഷോയ്ക്കൊക്കെ മക്കളെ ട്രെയിൻ ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങൾ കൃഷ്ണശ്രീയെ ഏൽപ്പിക്കുക. ഇപ്പൊ കൃഷ്ണശ്രീ വീണ്ടും സംഗീതത്തിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടുപിടിക്കട്ടെ പുതിയ പുതിയ രാഗങ്ങളൊക്കെ എങ്ങനെ റിയാലിറ്റി ഷോയ്ക്ക് വരുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെ കൃഷ്ണശ്രീയുടെ കുട്ടികൾ എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്ത് ഉന്നത വിജയം നേടട്ടെ. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരല്പം ഗ്ലൂമി ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ കൃഷ്ണശ്രീയുടെ അടുത്ത് ആക്കിക്കൊടു. അത് സ്മാർട്ടായിട്ട് വരും. നമ്മുടെ കൃഷ്ണശ്രീ അതിമനോഹരമായിട്ട് ഹൃദയത്തിൽ തട്ടി അത് പാടുന്നു. കേട്ടുള്ളൂ. സംസാര ചക്രമയി ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈലാഃ നാട്യഃ സരിത്സമുദയസ്തരവശ്ചരോമാ ജീയാതീതം വപുരനിർവചനീയമീശ. അപ്പോൾ നമ്മുടെ കൃഷ്ണശ്രീ അത് അതിമനോഹരമായിട്ട് പാടിത്തന്നത് കേട്ടല്ലോ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. സംസാര ചക്രമയി ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുരഗണോ അസ്തി കുലാനി ശൈല നാട്യ സരിൽ സമുദയാസ്തരവച്ഛ രോമ ജിയാദിതം വപുര നിർവചനീയമീശാം. അർത്ഥം എഴുതിക്കോ. സംസാര ചക്രം, അത് സംസാരമാകുന്ന ജീവിതമാകുന്ന ചക്രം. അതാണ് സംസാര ചക്രം, ജീവിതമാകുന്ന ചക്രം. ഐ ചക്രധര, അർത്ഥം എഴുതിക്കോ. ഐ ചക്രധര,
അർത്ഥം ചക്രധാരിയായ. ക്രിയാസ്തോ, ക്രിയാസ്തോ അങ്ങയുടെ പ്രവർത്തികളാകുന്നു. ക്രിയാസ്തോ അങ്ങയുടെ പ്രവർത്തികളാകുന്നു. വീര്യം മഹാ അസുര ഗണോ, അർത്ഥം ഭഗവാന്റെ വീര്യം മഹാന്മാരായ അസുരന്മാരുടെ കൂട്ടമാകുന്നു. വീര്യം മഹാ അസുര ഗണോ, അർത്ഥം ഭഗവാന്റെ വീര്യം മഹാന്മാരായ അസുരന്മാരുടെ കൂട്ടമാകുന്നു. അസ്ഥി കുലാനി ശൈല, ശൈല പർവ്വതം. അസ്ഥി കുലാനി, കുലാനി കൂട്ടം. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് അസ്ഥി കുലാനി ശൈല, അർത്ഥം ഭഗവാന്റെ അസ്ഥികളുടെ കൂട്ടം പർവ്വതങ്ങളാകുന്നു. ഭഗവാന്റെ അസ്ഥികളുടെ കൂട്ടം പർവ്വതങ്ങളാകുന്നു. കുല കൂട്ടം, ഒറ്റയ്ക്കർത്ഥം എഴുതിയ ശൈല പർവ്വതം. നാട്യ നാഡികൾ. സരിത്, സരിത്ത് എന്ന് പറഞ്ഞാൽ നദി, സരിത് നദി. സമുദയ കൂട്ടം, അപ്പൊ അർത്ഥം എഴുതുക സരിത് സമൻ നദി, സമുദയ കൂട്ടം. ഇനി ഒന്നിച്ചെഴുതുക സരിത് സമുദയ, നദീ സമൂഹങ്ങൾ അല്ലെങ്കിൽ നദികളുടെ കൂട്ടങ്ങൾ എന്നാണ് എൻ്റെ അർത്ഥം. അടുത്തത് തരവച്ച രോമ. തരവച്ച രോമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വൃക്ഷങ്ങളാണ് രോമങ്ങൾ. വൃക്ഷങ്ങൾ, തര വൃക്ഷം, തരവച്ച രോമ, വൃക്ഷങ്ങളാണ് രോമങ്ങൾ. ജിയാതീതം, അർത്ഥം ഇത് വിജയിക്കട്ടെ. വപു ശരീരം, വപുര നിർവചനീയ മീശ, വപുര നിർവചനീയ മീശ. ഹേ ഭഗവാനെ, ഈ ശരീരം നിർവചിക്കാൻ കഴിയാത്തതാണ്. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് വപുര നിർവചനീയ മീശ, അർത്ഥം ഹേ ഭഗവാനെ, ഈ ശരീരം നിർവചിക്കാൻ കഴിയാത്തതാണ്. അപ്പൊ അർത്ഥം, അപ്പൊ നോക്കിക്കോ, ഞാൻ പറഞ്ഞു തരാം. ഇതിന്റെ മൊത്തം അർത്ഥം ചക്രധാരിയായ ഭഗവാനെ അവിടുത്തെ പ്രവർത്തികളിലൂടെയാണ് സംസാരചക്രം നിലനിൽക്കുന്നത്. അല്ലയോ ചക്രധാരി, ഭഗവാൻ ചക്രധാരിയാണ്. ചക്രധാരിയായ ഭഗവാനെ അവിടുത്തെ പ്രവർത്തികളിലൂടെയാണ് സംസാരചക്രം നിലനിൽക്കുന്നത്. ഭഗവാനെ ശ്രീകൃഷ്ണ, അങ്ങയുടെ വീര്യമെന്ന് പറയുന്നത് മഹാന്മാരായ അസുരന്മാരുടെ കൂട്ടമാകുന്നു. ഭഗവാന്റെ അസ്ഥികളുടെ കൂട്ടത്തെയാണ് നമ്മൾ പർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഭഗവാന്റെ നാഡികളാണ് നമ്മൾ നദികൾ എന്ന് വിളിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വൃക്ഷങ്ങളെല്ലാം ഭഗവാന്റെ രോമങ്ങളല്ലാതെ മറ്റെന്താണ്? അങ്ങനെയുള്ള മനുഷ്യർക്ക്, അങ്ങനെ മനുഷ്യർക്ക് നിർവചിക്കാൻ കഴിയാത്ത അങ്ങയുടെ ഈ വിരാട് രൂപം വിജയിക്കട്ടെ. അപ്പൊ സംസാര ചക്രം തന്നെ നിലനിൽക്കുന്നത് ഭഗവാന്റെ പ്രവർത്തികളിലൂടെയാണ്. ഭഗവാന്റെ വീര്യമാണ് അസുരന്മാരുടെ കൂട്ടം. ഭഗവാന്റെ അസ്ഥികളാണ് പർവ്വതങ്ങൾ. ഭഗവാന്റെ നാഡികളാണ് നദികള്. ഭഗവാന്റെ രോമങ്ങളാണ് പ്രപഞ്ചത്തിലെ വൃക്ഷങ്ങളെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിരാട് രൂപം മനുഷ്യർക്ക് നിർവചിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് കവി പറയുന്നു. ഇനി നമുക്ക് ഒന്നാമത്തെ വരിയിലേക്ക് കിടക്കാം. എന്താണ് ഒന്നാമത്തെ വരി? സംസാര ചക്രമയി ചക്രധര ക്രിയാസ്തേ. സംസാര ചക്രം, സംസാരമാകുന്ന ജീവിതമാകുന്ന ഈ ചക്രം, ഐ ചക്രധര, ചക്രധാരിയായ, ക്രിയാസ്തേ അങ്ങയുടെ പ്രവർത്തികളാകുന്നു. അല്ലേ? ശംഖ്, ചക്ര, ഗദ, പത്മങ്ങൾ ഏന്തിയവനാണ് മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ, ചക്രായുധധാരിയായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ, സുദർശന ചക്രം കയ്യിലേന്തിയ സാക്ഷാൽ ശ്രീകൃഷ്ണൻ, ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓരോരോ പ്രവർത്തികളിലൂടെയാണ് ഈ ലോകം നിലനിൽക്കുന്നത്. ഈ സംസാര ചക്രത്തെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. സർവ്വതും ഭഗവാനാണ്. പക്ഷിയും ഭഗവാൻ, മൃഗവും ഭഗവാൻ, ദേവനും ഭഗവാൻ, അസുരനും ഭഗവാൻ, സകലതും ഭഗവാൻ. ദേവാസുര യുദ്ധം എന്ന് പറഞ്ഞാൽ ശരിക്കും ആരൊക്കെ തമ്മിലുള്ള യുദ്ധം? ഭഗവാനും ഭഗവാനും തമ്മിലുള്ള യുദ്ധം. കേട്ടുള്ളൂ.
ഭീമസേനന്റെ മകനാണ് ഘടോൽക്കജൻ. ഘടോൽക്കജനൊരു മകനുണ്ട് ബർബരിക. ചിലര് ബാർബരിക എന്നും പറയും. രണ്ട് രീതിയിൽ അത് പറയാറുണ്ട്. ചിലര് ബാർബരിക, ചിലത് ബർബരിക, ചിലത് ബർബറിക എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ഘടോൽക്കജന്റെ മകനാണ് ബർബരിക എന്ന് പറയുന്നത്. കൃഷ്ണൻ അതായത് ഘടോൽക്കജന് നാഗകന്യ അഹല്യാവതിയിലുണ്ടായ മകനാണ് ആരെന്ന് പറയുന്നത്? ഈ ബർബരിക എന്ന് പറയുന്നത്. ഈ ബർബരികയുടെ ശിരസ് കൃഷ്ണൻ ദാനമായി വാങ്ങുകയാണ്. ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്ന് ദാനമായി വാങ്ങുകയാണ്. ഇത് ബർബരിക എന്ന് പറയുന്നത് ഓർമ്മിക്കുക, മഹാഭാരതത്തിലെ ഏറ്റവും വില്ലാളി വീരനായ കഥാപാത്രമാണെന്ന് നിങ്ങൾ അറിയുക. ഭീഷ്മ പിതാമഹന് 25 ദിവസം വേണം കുരുക്ഷേത്രം തീർക്കാൻ. ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റും യുദ്ധം. ദ്രോണാചാര്യർക്കും അതുപോലെ തന്നെ 24 ദിവസം. കർണൻ 21 ദിവസം കൊണ്ട് ഈ യുദ്ധം മുഴുവനും തീർക്കാം. അർജുനൻ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാം. പക്ഷേ ബർബരികയ്ക്കോ ഒരു നിമിഷം കൊണ്ട് ഇത് തീർക്കാൻ പറ്റും. അപ്പോൾ ഓർമ്മിക്കുക, ഭീഷ്മാചാര്യരെയും ദ്രോണരെയും കർണനെയും അർജുനനെയും വെല്ലുന്ന ഒരു വില്ലാളി വീരനാണ് ബർബരിക. ബർബറിയെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഒരുപാട് പറയുന്നില്ല. കാരണം ബർബറിയെക്കുറിച്ച് ഞാനൊരു പ്രത്യേക വീഡിയോ തന്നെ ഇറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഈ ബർബറികയുടെ തല കൃഷ്ണൻ ദാനമായി വാങ്ങുകയാണ്. അപ്പം കൃഷ്ണനിൽ വളരെ വിശ്വാസമുള്ളത് കൊണ്ട് ബർബറിക തൻ്റെ ശിരസ് ആർക്ക് കൊടുക്കുന്നു? കൃഷ്ണന് കൊടുക്കുന്നു. കൊടുക്കുന്നതിന് മുമ്പ് ബർബരിക പറഞ്ഞു, കൃഷ്ണ, എനിക്ക് ഈ കുരുക്ഷേത്ര യുദ്ധം മുഴുവനും കാണണം. കൃഷ്ണൻ പറഞ്ഞു, തീർച്ചയായിട്ടും കാണാം. ഇവന്റെ ശിരസ് കൊണ്ടുപോയി അവിടെ ഒരു വലിയ മലയുടെ മുകളിൽ കൃഷ്ണൻ വെച്ചു. അവിടെ ഇരുന്നു കൊണ്ട് ഈ 18 ദിവസത്തെ കുരുക്ഷേത്ര യുദ്ധവും ആര് കാണുകയാണ്? ഈ ബർബരിക കാണുകയാണ്. ഈ ബർബരികയ്ക്ക് രാജസ്ഥാനിൽ പ്രതിഷ്ഠയുണ്ട്. ഖഡുശ്യാംജി എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. അപ്പൊ യുദ്ധം കഴിഞ്ഞു. 18ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ പാണ്ഡവര് വിജയിച്ചു. അങ്ങനെ പാണ്ഡവര് വിജയത്തിന്റെ കാരണത്തെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഈ യുദ്ധം മുഴുവനും കണ്ട ഒരാളുണ്ട്, നമുക്ക് അയാളുടെ അടുക്കലേക്ക് പോകാം. അപ്പൊ അവര് ചോദിച്ചു, അത് ആരാണ്? അത് ഘടോൽക്കജന്റെ മകനായ ബർബരികയുടെ ശിരസ്സാണ് കണ്ടിട്ടുള്ളത്, അവൻ പറയും. അങ്ങനെ പാണ്ഡവര് കൃഷ്ണനോടൊപ്പം അവിടെ ചെന്നപ്പോൾ പാണ്ഡവര് ചോദിച്ചു, അല്ല ബർബരിക, നീ ഈ യുദ്ധം മുഴുവനും കണ്ടില്ലേ? ആരാണ് യഥാർത്ഥത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തെ വിജയിപ്പിച്ചത്? അപ്പൊ ബർബരിക പറഞ്ഞു, എന്താണ് ഇത്ര സംശയം? കൃഷ്ണനാണ്. കാരണം ഞാൻ ആ പടക്കളത്തിൽ ഒരേ ഒരാളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പടക്കളത്തിൽ കൃഷ്ണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൗരവര് മുഴുവനും കൃഷ്ണനായിരുന്നു, പാണ്ഡവര് മുഴുവനും കൃഷ്ണനായിരുന്നു. പാണ്ഡവപക്ഷം അമ്പരുന്നു. എന്ത്? പടക്കളത്തിൽ ഒരേ ഒരാളെ കണ്ടിട്ടുള്ളെന്നോ? പാണ്ഡവരും കൗരവരും കൃഷ്ണനെന്നോ? അപ്പൊ ബർബരിക പറഞ്ഞു, അതെ, ഞാൻ കണ്ടതായിരുന്നു. പാണ്ഡവ പക്ഷത്ത് മുഴുവനും കൃഷ്ണൻ, കൗരവ പക്ഷത്ത് മുഴുവനും കൃഷ്ണൻ, പടയാളികളും കൃഷ്ണൻ, അമ്പയക്കുന്നതും കൃഷ്ണൻ, അമ്പേറ്റു മരിച്ചു വീഴുന്നതും കൃഷ്ണൻ. കൃഷ്ണനല്ലാതെ മറ്റാരെയും ഞാൻ അവിടെ കണ്ടില്ല. കണ്ടോ? അമ്പയക്കുന്നതും കൃഷ്ണൻ, അമ്പേറ്റു മരിച്ചു വീഴുന്നതും കൃഷ്ണൻ, സർവ്വതും കൃഷ്ണൻ. അതാണ് ബർബരിക പറഞ്ഞത്. ആ ബർബരിക ഒരു അസാധാരണ കഥാപാത്രമാണ്. ഞാനതൊരു പ്രത്യേക വീഡിയോ ഇറക്കുമ്പോൾ മനസ്സിലാകാം. അപ്പൊ നിങ്ങൾക്കിപ്പോൾ സംഗതി നല്ലപോലെ മനസ്സിലായല്ലോ. 1ാമത്തെ വരിയിൽ അതാ പറഞ്ഞിരിക്കുന്നത്, ഭഗവാന്റെ പ്രവർത്തികളാണ് ഈ സംസാര ചക്രത്തെ, ലോകത്തെ നിലനിർത്തുന്നത്. ഇവിടെ കണ്ടില്ലേ, അമ്പയക്കുന്നതും ഭഗവാൻ, അമ്പ് കൊള്ളുന്നതും കൃഷ്ണന്റെ ദേഹത്ത്, മരിച്ചു വീഴുന്നതും കൃഷ്ണൻ, ജയിക്കുന്നതും കൃഷ്ണൻ, തോക്കുന്നതും കൃഷ്ണൻ, സർവവും കൃഷ്ണൻ. അതാണ് നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞത്, സംസാര ചക്രം മുഴുവനും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രവൃത്തി കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്നു എന്ന്. ഇനി നമുക്ക് 2ാമത്തെ വരിയിലേക്ക് വരാം. വീര്യം മഹാസുരഗണോ അസ്ഥികുലാനി ശൈല. കണ്ടില്ലേ? വീര്യം മഹാസുരഗണോ അസ്ഥികുലാനി ശൈല. വീര്യം, ഭഗവാന്റെ വീര്യമെന്ന് പറയുന്നത്
മഹാ അസുരന്മാരുടെ കൂട്ടമാണ്. അതേ കണക്ക് തന്നെ ഭഗവാന്റെ ആ അസ്ഥികളാണ് പർവ്വതങ്ങള്, കുലാനി കൂട്ടം, ശൈലാ പർവ്വതം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു സാക്ഷാൽ ഭഗവാന്റെ വീര്യം എന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്നത് അസുരഗണങ്ങളാണ്. ഒന്ന് ഓർത്തു നോക്കേ, കംസൻ എന്ന കഥാപാത്രം ഇല്ലായിരുന്നെങ്കിലോ? കംസൻ എന്ന കഥാപാത്രം ഇല്ലെങ്കിൽ ഇന്ന് കൃഷ്ണന് ലഭിക്കുന്ന അത്രത്തോളം പ്രശസ്തി വരുമോ? ഇല്ല. കാരണം എന്തുകൊണ്ട്? കൃഷ്ണന്റെ കിട്ടിയിരിക്കുന്ന പ്രശസ്തിയിൽ ഒന്ന് കംസൻ ഉള്ളതുകൊണ്ടാണ്. കംസവധം അത് കൃഷ്ണന്റെ ഭക്തര് വളരെ ആദരവോടെ കാണുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിക്കുക, പൂതന ഇല്ലായിരുന്നെങ്കിലോ? പൂതന എന്ന കഥാപാത്രം ഇല്ലായിരുന്നു എങ്കിൽ കൃഷ്ണന് വീണ്ടും ഇത്രത്തോളം പ്രശസ്തി വരുമോ? കൃഷ്ണനെ നമ്മൾ ആരാധിക്കുന്നത് എങ്ങനെയാണ്? കുഞ്ഞുനാൾ തൊട്ട് തന്നെ പൂതന വന്നു, അപ്പം പൂതനയിൽ നിന്ന് പാല് കുടിച്ചു. അങ്ങനെ പാല് കുടിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? ആ പൂതനയ്ക്ക് മോക്ഷം കൊടുക്കുകയാണ്, പൂതന ഇല്ലാതാവുകയാണ്. അപ്പോഴാണ് നമ്മൾ കൈകളെടുത്ത് കൂപ്പുന്നത്. അപ്പൊ പൂതനയും കംസനും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഭഗവാന്റെ വീര്യം എന്തെന്നറിയുന്നത്. എതിർപക്ഷത്തൊരാളുണ്ടെങ്കിലല്ലേ നമ്മുടെ ശക്തി എന്തെന്നറിയാൻ പറ്റൂ. ഭഗവാനെ എതിർക്കാനായിട്ട് കംസനില്ല, ശിശുപാലനില്ല, പൂതനയില്ല, ശകടാസുരൻ, തൃണാവർത്തൻ, ബഗാസുരൻ, അഘാസുരൻ, ധേനുകാസുരൻ, ശംഖുചൂടൻ, അരിഷ്ടാസുരൻ, പിന്നെ വ്യോമാസുരൻ, കേശി, മുഷ്ടികൻ, ചാണൂരൻ, ഇവരാരും ഇല്ലെങ്കിൽ പിന്നെ ഭഗവാന്റെ വീര്യം നിങ്ങൾ എങ്ങനെ അറിയും? പിന്നെ നിങ്ങൾ ഭഗവാന്റെ പിന്നെ വൃന്ദാവനത്തിലെ ലീലകളുടെ രീതിയിലും മാത്രം അല്ലേ ഭഗവാന്റെ വീര്യം നിങ്ങൾ അറിയുന്നത്. എതിർപക്ഷത്ത് കംസനും അതേ കണക്ക് ശിശുപാലനും പൂതനയും ശകടാസുരനും തൃണാവർത്തനും ബഗാസുരനും. അപ്പൊ കൃഷ്ണൻ ഇവരെയൊക്കെ വധിക്കുമ്പോഴാണ് കൃഷ്ണന്റെ പ്രശസ്തിക്ക് കംസൻ ഒരു പങ്കുണ്ട്, പൂതനയ്ക്കൊരു പങ്കുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. അപ്പൊ ഭഗവാൻ തൻ്റെ വീര്യം ഈ അസുരന്മാരിലാണ് നിർത്തിയിരിക്കുന്നത്. അസുരന്മാരും ഭഗവാൻ തന്നെ. അവരെ സൃഷ്ടിച്ചത് ഭഗവാൻ തൻ്റെ വീര്യത്തിൻ്റെ കാഠിന്യം എന്തെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. അപ്പം നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായല്ലേ? ഇനി ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ കാണപ്പെടുന്ന പർവ്വതങ്ങൾ നമ്മളൊരു അത്ഭുതത്തോടു കൂടിയല്ലേ നോക്കുന്ന. ഹിമാലയ പർവ്വതം ആലോചിച്ച് നോക്കെ. ഹിമാലയ പർവ്വതം എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഒരാൾ കൊണ്ട് എന്ന് കുഴിച്ചിട്ട് വളർത്തിയതല്ലല്ലോ. നമ്മുടെ ഇമാജിനേഷനും അപ്പുറം വ്യാപിച്ചു കിടക്കുകയാണ് ഹിമാലയ പർവ്വതം, ആൽപ്സ് പർവ്വതം, സഖ്യാദ്രി, എവറസ്റ്റ് അല്ലേ, ലഹോട്സെ, അതേ കണക്ക് തന്നെ മങ്കാത്മ, കേറ്റു, കാഞ്ചൻജംഗ, മകാലു, ഗ്യാജുങ്, കുന്യാങ് ചിക്ഷ, ഇങ്ങനെ പ്രശസ്തമായ ഒരുപാട് പർവ്വതം. എനിക്ക് എല്ലാത്തിൻ്റെയും പേരറിയില്ല, കുറച്ച് ഓർമ്മ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ പർവ്വതങ്ങളെല്ലാം ഏതാണ്? ഭഗവാന്റെ അസ്ഥിയാണ്. അപ്പോൾ ഭഗവാന്റെ ശരീരത്തിൻ്റെ ബലം ആലോചിച്ച് നോക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ. ഹിമാലയ പർവ്വതത്തിൽ ചെന്ന് കൈവച്ചൊരു ഇടി കൊടുത്താലോ, ഹിമാലയ പർവ്വതത്തിൽ ചെന്ന് കുന്തം വെച്ചൊരു കുത്തു കൊടുത്താലോ പർവ്വതത്തിന് വല്ല അനക്കവും ഉണ്ടോ? എന്തെങ്കിലും ഒരു അനക്കം പർവ്വതത്തിന് വരുമോ? അതുപോലെയാണ് ഇവിടുത്തെ മനുഷ്യര് അല്ലെങ്കിൽ അസുരന്മാര് അവന്റെ കയ്യിലെ ആയുധങ്ങൾ കൊണ്ട് ഭഗവാനെ കുത്തിയാൽ ഭഗവാൻ ഒന്നും വരില്ല. കാരണം എന്തുകൊണ്ട്? ഭഗവാന്റെ അസ്ഥികളാണ് പർവ്വതം. അപ്പൊ ഹിമാലയ പർവ്വതത്തിൽ നിങ്ങൾ വലിയ കൊട്ടൂടം വെച്ച് അടിച്ചാലും അതൊടിഞ്ഞു പോത്തതേ ഉള്ളൂ. ഹിമാലയ പർവ്വതത്തിൽ കൊണ്ടുവച്ച് വെടിവെച്ചാൽ കയറുമോ? കയറത്തില്ല. മനുഷ്യൻ ഇന്ന് വരെ കണ്ടുപിടിച്ചു വെച്ചിട്ടുള്ള ഒരു ഉപകരണങ്ങൾ കൊണ്ടും പർവ്വതം തകർക്കാൻ പറ്റില്ല. ഈവൻ ബോംബുകൾ വർഷിച്ചാൽ പോലും പർവ്വതത്തിൻ്റെ ഒരു ഭാഗമെങ്ങാണം ചെറുതായിട്ടൊന്നടരും, അല്ലാതെ പർവ്വതത്തെ തൊടാൻ പോലും പറ്റില്ല. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അസ്ഥികളാണ് നിങ്ങൾ പ്രപഞ്ചത്തിൽ കാണുന്ന പർവ്വതങ്ങൾ എന്നാണ് രണ്ടാമത്തെ വരിയിൽ പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് കിടക്കാം. എന്താ മൂന്നാമത്തെ വരി? നാട്യ സരിൽ സമുദയാസ്തരവക്ഷരോമ. അപ്പൊ നാട്യ എന്ന് പറഞ്ഞാൽ നാഡികള്, സരിത്ത് നദികളാകുന്നു, സമുദയ കൂട്ടം, തരവ വൃക്ഷങ്ങള് അല്ലേ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്?
ഭഗവാനുണ്ടല്ലോ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാഡികളാണ് ഈ പ്രപഞ്ചത്തിലെ നദികളായി രൂപപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള ഭാരതപ്പുഴ, ഗംഗ, യമുന, കാവേരി, ഗോദാവരി, ഇനി ബ്രഹ്മപുത്ര, ഭാരതത്തിലെ നദികൾ മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാം. ഇപ്പൊ സൗത്ത് അമേരിക്കയിലെ ഏതാണ് ആമസോണ്, അത് കണക്ക് തന്നെ വടക്ക് കിഴക്കൻ ആഫ്രിക്കയിലെ നൈല്, ചൈനയിലെ യാങ്സി, പിന്നെ ടോങ്ടിയൻ, പിന്നെ നമ്മളെ യുണൈറ്റഡിലെ മിസൗറി, മിസിസിപ്പി, അങ്ങനെ എന്തിനു പറയുന്നു ഈ ലോകത്തുള്ള, അല്ലാതെ ഇന്ത്യയിലെ മാത്രമല്ല, ഈ ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന നദികൾ എന്ന് പറയുന്നത് ഭഗവാന്റെ നാഡികളാണ്. ഭൂമിയുടെ എന്നല്ല, ലോകത്തേത് ഗ്രഹത്തിൻ്റെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ജലം. ഈ ജലം ഭഗവാന്റെ അസ്ഥികളായ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് ഭഗവാന്റെ നാഡികളായി പ്രപഞ്ചത്തിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ എത്ര നദികളുണ്ടോ അത്രയും നാഡികൾ ഭഗവാനുണ്ട്. നമുക്ക് അറിയപ്പെടുന്ന പ്രശസ്തമായ നദികൾ മാത്രമേ അറിയാവൂ. അറിയുന്നതും അറിയപ്പെടാത്തതുമായി കോടിക്കണക്കിന് കോടിക്കണക്കിന് നദികളാണുള്ളത്. അപ്പൊ ഭഗവാന്റെ നാഡികൾ എണ്ണിത്തീർക്കാൻ പറ്റുമോ? അപ്പൊ ഈ പ്രപഞ്ചമാകുന്ന സംസാര ചക്രത്തെ തിരിക്കുന്നത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ പർവ്വതവും നദികളും, ഈ പർവ്വതവും നദിയും ഒന്നും ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. പർവ്വതം ഉള്ളത് കൊണ്ടാണ് നദിയിൽ വെള്ളം കിട്ടുന്നത്. പർവ്വതത്തിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. പർവ്വതം ഭഗവാന്റെ അസ്ഥിയാണ്. അപ്പൊ ഭഗവാന്റെ അസ്ഥികളും നാഡികളും ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം നിശ്ചലമായി തീർന്നില്ല. ഭഗവാന്റെ ദേഹത്തെ രോമങ്ങളാണ് വലുതും ചെറുതുമായ സകല വൃക്ഷങ്ങളും സസ്യജാലങ്ങളും എല്ലാം. ആലോചിച്ച് നോക്കെ, വൃക്ഷങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കും? കൊച്ചു കൊച്ചു സസ്യങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കും? ഓക്സിജന്റെ കലവറയാണ് ഇല്ലേ? സസ്യങ്ങളില്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം നിറഞ്ഞ് നമ്മൾ എന്നേ മരിച്ചു പോകും. ഇനി അതും പോട്ടെ, സസ്യങ്ങളില്ലാതെ മനുഷ്യൻ എങ്ങനെ ആഹാരം കഴിക്കും? ഇപ്പൊ നിങ്ങൾ അരി ആഹാരം കഴിക്കുന്നു, ഗോതമ്പ് കഴിക്കുന്നു, ഇതൊക്കെ സസ്യങ്ങളാണ്. ഇതൊക്കെ ഭഗവാന്റെ രോമങ്ങളാണ്. നമ്മൾ ആപ്പിൾ തിന്നുന്നു, ഓറഞ്ച് തിന്നുന്നു, മുന്തിരി തിന്നുന്നു. സത്യത്തിൽ സസ്യങ്ങളില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സ്ഥിതി എന്താണ്? ആലോചിക്കുക. സസ്യാഹാരം മാത്രം കഴിച്ചൊരു മനുഷ്യന് ജീവിക്കാം, യാതൊരു കുഴപ്പവുമില്ല. മനസ്സിലായില്ലേ? അതേസമയം മാംസാഹാരം മാത്രം കഴിച്ച് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. അവൻ അതിൻ്റെ കൂടെ സസ്യാഹാരവും കൂടെ വേണം. മാംസാഹാരം മാത്രം കഴിച്ച് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കും? മൃഗം ജീവിക്കും. അപ്പം മനുഷ്യന് ഒരിക്കലും പറ്റില്ല. അപ്പം അത്രയ്ക്ക് പ്രധാനപ്പെട്ട വൃക്ഷങ്ങളും കൊച്ചു കൊച്ചു സസ്യങ്ങളും വരെ ഭഗവാന്റെ രോമങ്ങളാണ്. അപ്പോൾ ഭഗവാന്റെ നാഡികൾ എത്രയെന്നോ ഭഗവാന്റെ രോമങ്ങൾ എത്രയെന്നോ എങ്ങനെ എണ്ണി തീർക്കാൻ പറ്റും? ലോകത്തെ നദികൾ എണ്ണി തീർക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ലോകത്തുള്ള വൃക്ഷങ്ങളും കൊച്ചു കൊച്ചു സസ്യജാലങ്ങളും എത്രയെന്ന് എണ്ണി തീർക്കാൻ പറ്റുമോ? നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് ഭഗവാന്റെ ദേഹം. അപ്പോൾ ഇനി അവസാനത്തെ വരികളിലേക്ക് നമുക്ക് കയറാം. ജീയാദിതം വപുര നിർവചനീയമീശ. ജീയാദിതം, ഇത് വിജയിക്കട്ടെ. വപുസ്, ശരീരം, അനിർവചനീയം, അതായത് മനുഷ്യന് വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ പറ്റാത്ത ഒന്നാണ് ഭഗവാന്റെ ശരീരം. പർവ്വതങ്ങളും നദികളും വൃക്ഷങ്ങളും സസ്യങ്ങളും മൃഗങ്ങളും ജന്തുജാലങ്ങളും ഒക്കെയായി നമ്മൾ എത്രയോ ദിവസമായി പഠിക്കുന്നു. സമുദ്രങ്ങളും ഇല്ലേ, സമുദ്രങ്ങൾ, നദികൾ, അഗ്നികൾ, പർവ്വതങ്ങൾ, വൃക്ഷങ്ങൾ, നദികളൊക്കെ ആയിട്ട് ഇങ്ങനെ ധർമ്മങ്ങള് അധർമ്മങ്ങള് ദേവന്മാര് അസുരന്മാര് അങ്ങനെ പടർന്ന് 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 പന്തലിച്ചു കിടക്കുകയാണ് ഭഗവാന്റെ ശരീരം. അത് നമുക്ക് അനിർവചനീയമാണ്. സമുദ്രത്തെ നമുക്ക് എങ്ങനെ നിർവചിക്കാൻ പറ്റും? പർവ്വതത്തെ എങ്ങനെ നിർവചിക്കാൻ പറ്റും? എത്ര വാക്കുകൾ ഉപയോഗിച്ചാലും പർവ്വതത്തിൻ്റെ ഒരംശം പോലും നമുക്ക് പറയാൻ പറ്റുമോ? നദികൾ എന്താണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതേ, നമുക്കൊരിക്കലും ഭഗവാന്റെ നാഡീ ഞരമ്പുകളെ നിർവചിക്കാൻ കഴിയില്ല.
ഭഗവാന്റെ നാഡീ ഞരമ്പായ നദികളെ നിർവചിക്കാൻ പറ്റില്ല. ഭഗവാന്റെ അസ്ഥികളായ പർവ്വതങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിവരിക്കാൻ പറ്റില്ല. ഭഗവാന്റെ രോമങ്ങളായ വൃക്ഷങ്ങളെ നമുക്ക് വിവരിക്കാൻ പറ്റില്ല. നമുക്കൊന്നും കഴിയില്ല. അപ്പം പട്ടതിരിപ്പാട് പറയുന്നു, പർവ്വതങ്ങളായും നദികളായും വൃക്ഷങ്ങളായും സസ്യങ്ങളായും പടർന്നു പന്തലിച്ചു കിടക്കുന്ന അനിർവചനീയമായ വിരാട് രൂപമുള്ള ഭഗവാന്റെ ശരീരം വിജയിക്കട്ടെ. ആ ശരീരത്തെ ഞാൻ നമിക്കുന്നു, ആ ശരീരത്തെ ഞാനും നമിക്കുന്നു. രാധേ രാധേ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നമിക്കുന്നു. പർവ്വതങ്ങളായി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ശ്രീകൃഷ്ണനെ നമിക്കുന്നു. നദികളായി ഞങ്ങൾക്ക് ജലം തരുന്ന ഭഗവാനെ ഞങ്ങൾ നമിക്കുന്നു. വൃക്ഷലതാദികളായി ഞങ്ങൾക്ക് ധാന്യവും അന്നവും തരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ ഞങ്ങൾ നമിക്കുന്നു. ഞങ്ങൾക്ക് ഭക്തി തരുന്ന കൃഷ്ണനെ ഞങ്ങൾ നമിക്കുന്നു. ഞങ്ങളുടെ രാധാകൃഷ്ണനെ ഞങ്ങൾ നമിക്കുന്നു. രാധേ കൃഷ്ണ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം ബ്രം രാസേശ്വരി രാധികായേ സ്വാഹ.